അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ബട്ടർ ചിക്കൻ മസാല വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് 2-2.5 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത് കുഴച്ചെടുത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതൊരു 3 മണിക്കൂർ നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 300 ഗ്രാമോളം ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലി, മുളകും മഞ്ഞളും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മസാല പൊടിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള പേസ്റ്റിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 2 വലിയ സവാള, 2 വലിയ തക്കാളി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഉടയുന്ന പാകത്തിൽ വഴറ്റേണ്ട ആവശ്യമില്ല, നമുക്ക് പേസ്റ്റാക്കി എടുക്കേണ്ടതാണ്. ഒരു പകുതി വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഇന്ന് മാറ്റി വെക്കാം. ചൂടാറിന് ശേഷം പേസ്റ്റാക്കി എടുക്കുക. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ മസാല വരക്കി വെച്ചിട്ട് ചിക്കൻ ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് 3/4 വേവ് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ല വേവാക്കി എടുക്കേണ്ട, ഇതൊക്കെ ഒരു കടിക്കുന്ന പാത്രമുള്ള ഒരു വേവിലാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കസൂർ മേത്തി നല്ലപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റോളം ഈ മസാലയും ചിക്കനും കൂടിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഒരു പൂരീൻ്റെ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു പൂരീൻ്റെ വലുപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു അച്ചിലേക്ക് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല വെച്ച് നമുക്കിതൊന്ന് കൂട്ടിയെടുക്കാം. നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.